ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ലൊരു ഹോം മെയ്ഡ് ബർഗറാണ് കാണിക്കുന്നത്. ചിക്കൻ ബർഗർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന സെലക്ഷൻ വരും. ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ വീട്ടിൽ. അപ്പോൾ എന്താ അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുക്കുംബർ, ലെറ്റ്യൂസ് ലീവ്സ്, പിന്നെ ക്യാബേജ്, ടൊമാറ്റോ, നമ്മുടെ ബർഗർ ബൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ ഞാൻ ഇവിടെ മുഴുവൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു ഫുള്ളായിട്ടുള്ള ചിക്കൻ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫ്രീസറിൽ വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ്റെ എല്ലൊക്കെ നീക്കി നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് ഞാൻ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ കൂടെ കുറച്ച് കൂടി ഐറ്റംസ് ഇട്ടിട്ടാണ് നമ്മളിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിന് വേണ്ടി ഇവിടെ 2 മീഡിയം സവാള, പിന്നെ 2-3 പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ഉണക്കമുളക് പൊടിച്ചതുണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്യുക. പിന്നെ ജിഞ്ചർ ഗാർലിക് ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് വേണ്ടത് വൈറ്റ് പെപ്പർ വേണം, ബ്ലാക്ക് പെപ്പർ വേണം, പിന്നെ ഗരം മസാല. വൈറ്റ് പെപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്താൽ മതി. ഇതൊക്കെ ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ഗ്രൈൻഡറിൽ വെള്ളമൊന്നും പാടില്ല, നന്നായി ഒന്ന് തുടച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിന് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ലാസ്റ്റ് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട ആഡ് ചെയ്തിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഈ ചിക്കൻ്റെ ഈ കൂട്ടിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായിട്ട്, ചിക്കനൊക്കെ നന്നായി ഗ്രൈൻഡ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു പിടി അല്ലെങ്കിൽ ഒരു 2 പിടി ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നമുക്ക് തിക്കായി കിട്ടി നമ്മുടെ ചിക്കൻ്റെ കൂട്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഓയിലൊന്ന് തടവി കൊടുക്കുക. ഇനി നമ്മുടെ ബർഗർ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാൻ ഇവിടെ ഗ്രില്ലിങ് ഫ്രൈ പാനാണ് യൂസ് ചെയ്യുന്നത്, ഡബിൾ സൈഡ് ഫ്രൈ പാൻ. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിന് മുന്നായിട്ട് ഒരു അല്പം ഓയിൽ ഞാൻ നമ്മുടെ ഫ്രൈ പാനിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഓരോ ബോൾസാക്കി എടുത്ത് ബർഗർ ഞാൻ റൗണ്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് വെച്ച് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ ബർഗറൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ പാൻ ഒന്ന് മൂടാം നമുക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു സൈഡിൽ ഒരല്പം ഓയിലും കൂടിയും തടവി കൊടുത്ത് തിരിച്ചിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. കണ്ടത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബർഗർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഞാനിവിടെ ഗാർലിക് പേസ്റ്റും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചീസ് വേണമെങ്കിൽ ആഡ് ചെയ്യുക, സ്ക്വയറിൻ്റെ ചീസ്. പക്ഷേ ഞാനിവിടെ ഇത് ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് ചീസ് വലിയ ഇഷ്ടമല്ല. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഗാർലിക് പേസ്റ്റിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങളെല്ലാവരും ഒന്ന് അതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ബെന്നെടുത്ത് അതിൻ്റെ മിഡിൽ പോർഷൻ മുറിച്ചിട്ട് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ബെന്നൊന്ന്. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ബർഗർ സെറ്റ് ചെയ്തെടുക്കാം.
ബർഗർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതേ ഫ്രൈ പാനിലൊന്ന് വെച്ചിട്ട് നമുക്ക് 2 സൈഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബർഗർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ ഒന്ന് കാണാം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു.